ഹേ ഗായ്സ്, നമ്മുടെ ഊട്ടി ട്രിപ്പ് പകുതി വെച്ച് നിർത്തിയോണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി വേറൊരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ലക്ഷ്യസ്ഥാനം ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് വണ്ടി കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങി വയനാട് വഴി പോകാന്നുള്ളൊരു പ്ലാനാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വയനാട് ചുരമൊക്കെ കയറി മുകളിലെത്തിയതിന് ശേഷം അവിടെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. ഒരു ഫ്രീ സ്പേസ് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് സൈഡാക്കിയിട്ട് ഹൈജിക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അൽഫാമും മന്തിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് 900 കണ്ടി സ്കൈ പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പാർക്കിലേക്ക് എത്തണമെങ്കിൽ അറൗണ്ട് ഒരു 40 മിനിറ്റ്സ് നമുക്ക് ഓഫ് റോഡ് പോകേണ്ടതുണ്ട്. ഓഫ് റോഡ് ആയിട്ടാണ് പോവുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ അവിടെ താഴെ തന്നെ അവൈലബിൾ ആണ്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓഫ് റോഡ് തന്നെയായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ഫീൽ ചെയ്തത് ആ ഓഫ് റോഡ് റൈഡ് ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ എത്രയോ ഫാർ ബെറ്റർ റോഡുകളാണ്. ഇതൊന്നും അത്ര പ്രശ്നമില്ലാത്ത റോഡാണ്. ഇങ്ങനെ ഫൈനലി നമ്മൾ സ്കൈ പാർക്കിലെത്തി. അവിടുന്ന് ടിക്കറ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ എൻ്റർ ചെയ്താൽ പിന്നെ ഐ തിങ്ക് ഒരു 2 hours 3 hours എങ്ങാണ്ടോ ആണ് അതിനുള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ്. ഞങ്ങൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ ഒക്കെ പോലെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പാർക്ക് പൊതുവേ ഹൈസിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പാർക്കിൽ. അതുപോലെ തന്നെ ഷൂട്ട് ഔട്ടിന് വേണ്ടിയിട്ടും ക്രിക്കറ്റ് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ടർഫ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്കൈ പാർക്കിൽ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ചൂരൽമല അവിടെ അടുത്ത് തന്നെയാണെന്ന് മനസ്സിലായത്. ചൂരൽമല എന്നുള്ളൊരു പേര് മലയാളികൾ മറക്കാത്തൊരു സ്ഥലമാണ്. 2024 ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. തീർത്തും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ഇവിടെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൽപ്പറ്റ ഭാഗത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാണെന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ വിസിറ്റേഴ്സിനൊന്നും വല്ലാണ്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുറച്ച് ഫാമിലീസൊക്കെ അങ്ങനെ വന്ന് കണ്ടു പോകുന്നുണ്ട് എന്നല്ലാതെ അധികം പേരൊന്നും. ഇഷ്യൂ ഉണ്ടായ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മിസ്സിങ് ഒക്കെ ആവാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്തതെന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ നമ്മുടെ മിലിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാലം ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ ഒരു പാലം വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. അവിടെ ഉള്ള ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് തോൽപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. പോകുന്ന ഒരു നല്ലൊരു അടിപൊളി ടീ പ്ലാന്റേഷനൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. തോൽപ്പെട്ടിക്ക് പോണ വഴി കുറച്ച് സ്ഥലം കുറച്ച് കാടുണ്ട്. അപ്പം ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ എത്തണ വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്ന് വേഗം സൈഡായി.
ഇന്നലത്തെ ഡിന്നറും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡാണ് വരുന്നത്. അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പോണത് മൈസൂരാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പക്ഷേ മൈസൂരിലേക്ക് പോണ വഴി ഇസ് ഡിഫറെൻറ്റ്. നാഗർഹോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ പോവാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കണം. യു ക്യാൻ സീ എ ലോട്ട് ഓഫ് വൈൽഡ് ആനിമൽസ്. ഒരുപാട് വൈൽഡ് ആനിമൽസ് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ എത്തിയാൽ പിന്നെ മൈസൂർ പാലസ് ആണല്ലോ ലക്ഷ്യം. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നായിട്ട് നമ്മളെ കയ്യിൽ ബ്രെഡും നൂട്ടല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് കയറാൻ തുടങ്ങി. പാലസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല വിശന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോൾ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറുക ചെയ്തത്, അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാനും ഷാനും ഫറും ആസ് യൂഷ്വൽ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഉമ്മയും ഉപ്പയും അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള താലിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ഐ റിഗ്രറ്റ്, കാരണം താലി വാസ് സോ ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ പ്രസൻറ്റേഷൻ വാസ് ഓൾസോ വെരി നീറ്റ് ആൻഡ് ക്ലീൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ട്. തമിഴ്നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചായയാണ്. പ്രത്യേക ഒരു ടേസ്റ്റാണ് അവരുടെ ചായക്ക്. അപ്പോൾ ബോർഡർ കിടക്കുന്നതിന് മുന്നായിട്ട് തന്നെ അവരുടെ ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു പോണത് മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം വൈൽഡ് അനിമൽസിലൊന്നും കണ്ടിട്ടില്ല. ഒരു ആനനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അണ്ടിൽ ദെൻ വസ്സലാമ.